സോ ഹലോ ഗൈസ്, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ബബ്ബയുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് 2 വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ് കേട്ടോ. കാര്യം ഈ ഒരു മൂവിയെ പറ്റി പറയാനും ഇതിന്റെ ട്രെയിലറിലെ ഹിൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് കിട്ടുന്നത്. സോ എനിക്ക് ട്രെയിലറും ടീസറും കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ വീഡിയോ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണണം. കാര്യം ഞാൻ കുറെ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്ന് പറയുന്നതുകൊണ്ട് ഇതൊന്നും കറക്റ്റ് ആയിരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല. ഇത് ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. സിനിമ കാണാതെ അതിന്റെ കറക്റ്റ് കഥ എന്നാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതെല്ലാം ജസ്റ്റ് ഒരു പ്രഡിക്ഷൻസ് മാത്രമാണ് കേട്ടോ. സോ നിങ്ങൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. ഇതിന്റെ ഒരു ഫൈൻഡിങ്സ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോറിക്കകത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഇൻസിഡന്റും ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമായിരിക്കാം ഇത്. കാര്യം നമുക്കറിയാം ഈ ഒരു മൂവിയിൽ ഒരുപാട് സ്പൂഫുകൾ ഉണ്ട്. ഒരുപാട് സിനിമകളിലെ പല പല ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈറൽ ആയിട്ടുള്ള ഡയലോഗ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. സോ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടറാണ്. ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ ഇന്റർവ്യൂ സ്റ്റാർ എന്ന് വരെ ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്നു. സോ അത്തരത്തിൽ ഇന്റർവ്യൂ കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടർ ഒരു ന്യൂസ് മേക്കറാണ്. അതായത് ഇത്തരത്തിൽ അയാളുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ എഴുതി അറിയിക്കുന്ന ദിലീപിന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം ഇവിടെ ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ പോലീസുകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവരുടെ കൂടെ വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു സീൻ കണ്ടില്ലേ, ഇതൊരു പശുത്തൊഴുത്താണെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ഓരോ പശുക്കൾക്കും ഓരോ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ബിന്ദു എന്ന് പേരുള്ള ഒരു പശുവിനെ കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു പേരിൽ വേറൊരു പശുവിനെ കാണാൻ സാധിക്കും. ഇവിടെ ഓരോ പശുക്കൾക്കും ഓരോ പേര് ലേബിൾ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും അല്ല ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. സോ ഞാൻ ആ ഒരു കാറ്റിൽ ഫാമിന്റെ പേര് സൂം ചെയ്ത് നോക്കിയപ്പോൾ ദേവൂസ് കാറ്റിൽ ഫാം എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇത് ദിലീപിന്റെ മാഡ് ആയിട്ടുള്ള ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആയിട്ടായിരിക്കാം കാണിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ സിനിമയിലുള്ള ഏതെങ്കിലും ക്യാരക്ടർ ഡ്രീം ചെയ്യുന്ന ഒരു സീനായിരിക്കും ഇത്. ഇനി അടുത്തത് ദിലീപേട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. അതായത് ദിലീപേട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഭ്രാന്ത് പിടിച്ചൊരു ക്യാരക്ടറാണ്. സോ പുള്ളിക്കാരൻ കുറെ നാള് ഒരു ഭ്രാന്താശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ ഒരു ഭാഗത്ത് വിനീത് ശ്രീനിവാസനാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വിജയ് മേനോനെ പോയി മീറ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കും. അതായത് ദിലീപിന്റെ ക്യാരക്ടറിനെ പറ്റി മനസ്സിലാക്കാനും അയാളെ തളർത്താൻ എന്തെങ്കിലും വഴിയുണ്ടെന്നൊക്കെ ചോദിക്കുന്നത് കാണാം. സോ ദിലീപിന്റെ ക്യാരക്ടർ കുറെ നാളായിട്ട് ആ ഒരു ഭ്രാന്താശുപത്രി ഉണ്ടായിരുന്നു. പുള്ളി ട്രീറ്റ് ചെയ്ത സൈക്കോളജിസ്റ്റ് ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത് നമുക്കറിയാം, ട്രെയിലർ കണ്ടപ്പോഴും ടീസർ കണ്ടപ്പോഴും കുറെ പേപ്പറുകൾ ബസ് സ്റ്റാൻഡിലേക്ക് പറന്നു വീഴുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇവിടുന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിന്റെ ക്യാരക്ടർ എന്തോ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, അതും പഴയ കാലത്തിലെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് പുള്ളിക്കാരെ എന്തോ ഒരു കാര്യം ആളുകളിലേക്ക് അറിയിക്കുന്നത്. അതായത് പഴയ കാലങ്ങളിൽ അറിയിപ്പുകൾ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു പേപ്പറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പോലീസുകാർക്ക് പഴയ മെത്തേഡിൽ ഒരു ടേപ്പിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ കൊറിയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ദിലീപിന്റെ ക്യാരക്ടർ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പഴയ മെത്തേഡ്സിലൂടെയാണ് പുള്ളിക്കാരൻ പബ്ലിക്കിലേക്ക് ഓരോ കാര്യങ്ങൾ അറിയിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ദിലീപിന്റെ ക്യാരക്ടറിന്റെ കയ്യിൽ ഒരുപാട് പുതിയ വെപ്പൺസ് ഒക്കെ ഉണ്ട്. അതിലൊരു സീനാണിത്. അതായത് ഈ ഒരു സീനിന്റെ കണ്ടിന്യൂഷൻ ആണ് തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു സീൻ എന്ന് പറയുന്നത്. അതായത് ദിലീപിന്റെ ക്യാരക്ടർ ആ 2 വണ്ടികൾ ഈ ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. ദിലീപിന്റെ ക്യാരക്ടർ ഒരു മാഡുള്ള ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നിയത് ഈ പുള്ളിക്കാരി ഈ മാഡ്നെസ് ഒക്കെ അഭിനയിക്കുന്നതായിരിക്കാം. ഇനി അടുത്തത് ഈ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് CID മൂസിലെ ക്ലൈമാക്സിലുള്ള ആ ഒരു ചേസിംഗ് സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ താഴെ ജസ്റ്റ് കമന്റ് ചെയ്യണേ. ഇനി അടുത്തത് നമ്മുടെ ലാലേട്ടനെ പറ്റിയിട്ടാണ്. ലാലേട്ടൻ കൊടുത്തിരിക്കുന്ന മുണ്ട് കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു മെക്കാനിക് അല്ലെങ്കിൽ വാഹനങ്ങളോടൊക്കെ നല്ല ക്രൈസും കാര്യങ്ങളൊക്കെ തന്നെയുള്ള വാഹനങ്ങളൊക്കെ എടുത്തിട്ട് മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ പണിത് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ എനിക്ക് ആ ഒരു അപ്പിയറൻസ് കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. മാത്രമല്ല ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട് മോഡിഫൈഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ട്. അതിലൊന്നാണ് ദിലീപേട്ടന്റെ പുറകെ കാണുന്ന മെക്സിക്കൻ നമ്പർ പ്ലേറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു മോഡിഫൈഡ് ഹമ്മർ. അതുപോലെ തന്നെ പയ്യ എന്ന മൂവിയിലെ ലാൻസർ കാർ, അതുപോലെ തന്നെ ബെൻസിന്റെ മാഡ്മാ സ്റ്റൈലിൽ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഈ ഒരു കാർ, അതുപോലെ തന്നെ നമ്മുടെ ഗില്ലിയിലെ ആ ഒരു ജിപ്സി. സോ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോട്ടോർ എൻത്യൂസിയാസ്റ്റ് ആയിരിക്കാം നമ്മുടെ ലാലേട്ടന്റെ ക്യാരക്ടറും ദിലീപേട്ടന്റെ ക്യാരക്ടർ ഇതിനകത്ത്. സോ അടുത്തത് ഈ ഒരു കാണുന്ന ഫൈറ്റ് സീനില്ലേ, ഇതിനകത്ത് ലാലേട്ടന്റെ ഷർട്ടിന്റെ ബാക്കിലായിട്ട് അൺലീഷ്ഡ് ലയൺ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു സീനിൽ തന്നെ നമുക്ക് സ്പടികത്തിലേക്ക് പോലെ തന്നെ മുണ്ട് പറിച്ചുള്ള അടിയും കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സിനിമകളിലെ റെഫറൻസുകൾ ഈ പടത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതൊരു കിടില എന്റർടൈനർ തന്നെയായിരിക്കും. അടുത്ത് എനിക്ക് ഗില്ലി യൂണിവേഴ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. സോ ഗില്ലി യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. പിന്നെ പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ തലപതിയുടെ ഗില്ലി മൂവിയിലെ സീക്വൽസ് ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കാം എന്നൊക്കെയാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും ആയിരിക്കാൻ ഒരു ചാൻസും ഇല്ല. ചിലപ്പോൾ ആ ഒരു മൂവിയിലെ റെഫറൻസുകൾ എടുത്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു മൂവിയിൽ, അല്ലാണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗില്ലി മൂവിയായിട്ട് നോക്കുന്ന സമയത്ത്
ഏറ്റവും വലിയ കണക്ഷൻ അവിടെ നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം ആ ഒരു ജിപ്സിയാണ്. അതുപോലെ തന്നെ അവരുടെ യൂണിവേഴ്സിന് പേരിട്ടിരിക്കുന്നത് ഗില്ലി യൂണിവേഴ്സ് എന്നുമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഗില്ലി സിമന്റ്, ഗില്ലി സോഡ, ഗില്ലി ഗരാജ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രം നിൽക്കുന്നതല്ല. സോ അത്തരത്തിൽ ഇവരുടെ രീതിയിൽ ഇവർ ഡെവലപ്പ് ചെയ്തൊരു യൂണിവേഴ്സ് ആണ് ഈ ഗില്ലി യൂണിവേഴ്സ് എന്ന് പറയുന്നത്. സോ അതെനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ 18-ാം തീയതിയാണ് ഇത് വേൾഡ് വൈഡ് റിലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. എ വേൾഡ് ന്യൂ യൂണിവേഴ്സ് അവേറ്റ്സ് വെൻ ദേ വാക്ക് ഇൻ. അതായത് പുതിയൊരു യൂണിവേഴ്സ്, അത് ചിലപ്പോൾ ഒരു ഇമാജിനേറ്റീവ് വേൾഡ് ആയിരിക്കാം. കാര്യം ലാലേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് അമർ ചിത്ര കഥകളില്ലേ അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ആയിരിക്കാം ഇതിൻ്റെത്. അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസും പോസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു പുതിയ യൂണിവേഴ്സ്. അതായത് വിജയുടെ സിനിമയായിട്ട് കണക്ഷൻ ഉണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ റെഫറൻസുകൾ മാത്രം ഉണ്ടായിരിക്കാം. അതായത് ആ ജിപ്സി പോലത്തെ കാര്യങ്ങൾ, അതായത് വിജയുടെ സിനിമയിലെ ഡയലോഗുകൾ അതൊക്കെ ഉണ്ടായിരിക്കും ഇതിനകത്ത്. അല്ലാണ്ട് ആ ഒരു സിനിമയുടെ കണ്ടിന്യൂഷൻ ആണ്, അല്ലാതെ ആ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരും അല്ലെങ്കിൽ അതുമായിട്ട് സ്റ്റോറിക്ക് ലിങ്ക് ഉണ്ട് അങ്ങനെയൊന്നും കാണാൻ ഒരു ചാൻസും ഇല്ല. ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറെ യൂണിവേഴ്സ് നടക്കുന്ന കഥയാണ്. അവരുടെ രീതിയിലുള്ള യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അവർ തന്നെ കൊണ്ടുവന്ന കഥയാണിത്. സോ അടുത്തത് ഈ ഒരു ബുള്ളറ്റ് ആണ്. ഇത് നമുക്കറിയാം നമ്മുടെ പിൻഗാമി എന്ന മൂവിയിൽ ലാലേട്ടൻ ഓടിച്ച ആ സെയിം ബുള്ളറ്റ് തന്നെയാണ് ഇത്. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തത് ആ ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതായത് ബുള്ളറ്റിനകത്ത് പാഷൻ പ്ലസിന്റെ ഇൻഡിക്കേറ്റർ ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സൈഡ് മിറർ കാണാനും ഇല്ല. സോ ലാലേട്ടന്റെ ക്യാരക്ടറും ഒരു കിർക്ക് ക്യാരക്ടർ ആണെന്ന സംശയം ഇല്ലാണ്ടില്ല. ഇനി അടുത്തത് നമ്മുടെ ആക്ടർ ബൈജുവിന്റെ കാര്യമാണ്. CK ജോസഫ് എന്നാണ് ആക്ടർ ബൈജുവിന്റെ ഈ ഒരു മൂവിയിലെ പേര് എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരന്റെ ഈ മൂവിയിലെ റോൾ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടാണ്. അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു ഈ സിനിമയിലെ പ്രതിപക്ഷ നേതാവാണ്. ഏകദേശം 100 ദിവസത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാര്യം അത്രയും എലമെന്റ്സ് ഉള്ള അത്രയും വലിയ സ്റ്റോറി ലൈനുള്ള ഒരു പടമായിരിക്കാം ഇത്. ഇനി അടുത്തത് നമ്മുടെ ദേവജിയാണ്. നമ്മുടെ ദേവജി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു NI അണ്ടർ കവർ ഏജന്റ് ആണ്. അതായത് പോലീസുകാരെ കൊണ്ട് ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റാതെ വന്നപ്പോ ദിലീപിന്റെ ക്യാരക്ടറിനെ കൊണ്ട് പൊറുതിമുട്ടിരുന്ന സമയത്ത് ഗവൺമെന്റ് തന്നെ അപ്പോയിന്റ് ചെയ്തായിരിക്കും അവരെ. സോ അവർ ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന കാര്യം നമ്മുടെ ദേവജിക്കും പോലീസുകാർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവർക്ക് വിനീതിന്റെ ക്യാരക്ടറിനോട് പുച്ഛം മാത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ NI ഏജൻസ് തന്നെയാണ് ക്ലൈമാക്സിൽ ദിലീപേട്ടന്റെ അടുത്തും ലാലേട്ടന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയുടെ സമയത്ത് കുറെ പേര് പറഞ്ഞായിരുന്നു ഈ സിനിമയിൽ ലാലേട്ടൻ മരിക്കുമെന്ന്. ഞാൻ അപ്പോൾ റിപ്ലൈ ആയിട്ട് കൊടുത്തത് ലാലേട്ടൻ മരിക്കാൻ ഒരു ചാൻസ് ഇല്ലെന്നാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ കാണുന്ന ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ആ ഒരു ഫൈറ്റ് സീനിൽ ലാലേട്ടൻ എൻട്രി വരുന്നുണ്ട്. അതും ഒരു ഡിഫറന്റ് ലുക്കിൽ തന്നെയാണ് ലാലേട്ടൻ അവിടെ വരുന്നത്. ലാലേട്ടൻ മുണ്ടൂരി അടിക്കുന്നത് ഒരു NST കമാൻഡോയാണ്. അതായത് വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ ദിലീപിന്റെ ക്യാരക്ടറിനെ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് NST കമാൻഡോസ് ആയിട്ട് വരുന്നുണ്ട്. അതിലൊരു കമാൻഡോയാണ് ലാലേട്ടനോട് മുണ്ട് കുറച്ച് അടിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ ഒരു കമാൻഡോയുടെ തോളത്തുള്ള ആ ഒരു ബാജിങ് കാണുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ലാലേട്ടനും ദിലീപേട്ടനും ചേർന്നുള്ള ഈ ഒരു കോമ്പിനേഷൻ ഡാൻസ് ഉണ്ടല്ലോ, ഈ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് SRKയുടെ ജമാലിലെ ഈ ഒരു പോർഷൻ ആണ് എനിക്ക് ഓർമ്മ വന്നത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് കുറച്ച് സിമന്റ് ചാക്കുകളും കുറച്ച് സോഡ കുപ്പികളും ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇതെല്ലാം തന്നെ ഇവർ ചെയ്യുന്ന ബിസിനസ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ രീതിയിൽ അവരുണ്ടാക്കിയെടുത്ത അവരുടെ സാമ്രാജ്യം അത് ചില ആളുകൾ തകർക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ CVP എന്ന് പറഞ്ഞ K ജോസഫിന്റെ പാർട്ടി ആയിരിക്കാം. അതിന്റെ റിവെഞ്ച് ആയിട്ടായിരിക്കാം ദിലീപിന്റെ ക്യാരക്ടർ ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. പിന്നെ കൂടുതലായിട്ടും ട്രെൻഡിംഗ് ആയിട്ടുള്ള ഡയലോഗുകളും ട്രോൾസ് വെച്ചിട്ടുള്ള റെഫറൻസുകളുമാണ് കൂടുതൽ ഈ പടത്തിനകത്തുള്ളത്. അതുപോലെ തന്നെ ദേവജിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ദ കിങ് എന്ന മൂവിയിലെ കമ്മീഷണറിന്റെ ആ ഒരു സെയിം ക്യാരക്ടർ റെഫറൻസ് ആണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞ കാര്യമാണ്. മേ ബി ചിലപ്പോൾ ദിലീപേട്ടനും ലാലേട്ടനും കാർ കളക്ടേഴ്സ് ആയിരിക്കാം. ട്രെൻഡിംഗ് ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള കാറുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ കരാജിൽ അടിപൊളിയായിട്ട് പണിത് വെക്കുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ലാലേട്ടനെയും ദിലീപേട്ടനെയും ഗില്ലി പ്രദേശം എന്നായിരിക്കാം അറിയപ്പെടുന്നുണ്ടായിരിക്കാം. ഇനി അടുത്തത് സാധാരണക്കാരൻ എന്ന പേരിൽ അല്ലെങ്കിൽ ആ ഒരു വ്യാജന ആയിരിക്കാം ദിലീപിന്റെ ക്യാരക്ടർ ഈ ക്രൈംസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. സോ ദിലീപിന്റെ ക്യാരക്ടർ ഇത്തരത്തിൽ ക്രൈം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു മോട്ടീവ് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ദിലീപിന്റെ ക്യാരക്ടറിന്റെ പാസ്റ്റ് നടന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രോമ ആയിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്കിതിലത് പടം കാണുമ്പോൾ അറിയാം. ഇനി അടുത്തത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി രസകരമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. ട്രെയിലറിന്റെ തുടക്കത്തിൽ NI ഏജൻസും പോലീസുകാരെല്ലാം കൂടി ചേർന്നിട്ട് ദിലീപിന്റെ ക്യാരക്ടർ അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ടേപ്പ് പ്ലേ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രെയിലർ എൻഡ് ചെയ്യുന്ന സമയത്തും ദിലീപിന്റെ ക്യാരക്ടർ എന്താണ് ആ ഒരു ടേപ്പിൽ അവസാനമായിട്ട് പറഞ്ഞത് ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. അത് ദിലീപിന്റെ ക്യാരക്ടർ പറയുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ആ ഒരു ട്രെയിലർ എൻഡ് ചെയ്യുന്നത്. അതായത് വീണ്ടും സന്ധിക്കുവരേക്കും വണക്കം. സോ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി അടുത്തത് ഈ ഒരു ബ്ലൈൻഡ് മാൻ ആണ്. സോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പുള്ളിക്കാരൻ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. ഇത് ചിലപ്പോൾ ഒരു പുതിയ ക്യാരക്ടർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയത്. ഇത് 100-ലെ ഒരു 95% ബാലു വർഗീസിന്റെ ക്യാരക്ടർ ആയിരിക്കാനാണ് ചാൻസ്. സോ ഞാൻ എങ്ങനെയാണ് അത് കൺഫേം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ബാലു വർഗീസിന്റെ ക്യാരക്ടർ ഒരു ബ്ലൈൻഡ് മാൻ ആണ്. ട്രെയിലറിനകത്ത് 1-2 കട്ട്സീൻ മാത്രമേ ബാലു വർഗീസിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്നുള്ളൂ. അതിലൊന്നാണ് ഈ ഒരു സീൻ എന്ന് പറയുന്നത്. ഇതിൽ ദിലീപിന്റെ ക്യാരക്ടർ കൈ പൊക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന
ചെയ്തിരിക്കുന്ന ഫാഹിമിന്റെ ക്യാരക്ടർ നോക്കുന്നുണ്ട്. പക്ഷെ ബാലു വർഗീസിന്റെ ക്യാരക്ടർ ആണെങ്കിൽ താഴേക്കാണ് നോക്കുന്നത്. അപ്പൊ ഈ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ബാലു വർഗീസിന്റെ ക്യാരക്ടർ ഈ സിനിമയിൽ ബ്ലൈൻഡ് ആണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഈ ഒരു സീനിലും ബാലു വർഗീസിന്റെ ക്യാരക്ടർ ബ്ലൈൻഡ് ആണെന്നുള്ള കാര്യം നമുക്ക് കാണും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുള്ളിയുടെ കഴുത്തിലായിട്ട് രുദ്രാക്ഷമാല കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഈ ഒരു ബ്ലൈൻഡ് മാനെ ശ്രദ്ധിച്ച് നോക്കുക. പുള്ളിയുടെ കഴുത്തിലും ഈ സെയിം മാല തന്നെ കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇനി അടുത്തത് പുള്ളിയുടെ വാച്ചാണ്. ഇനി അടുത്തത് ഈ ഒരു വാച്ച് കൂടി നിങ്ങൾ നോക്കുക. ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് രണ്ടും ഒരേ വാച്ച് തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമായില്ല, അടുത്ത കയ്യിൽ ധരിച്ചിരിക്കുന്ന ആ ഒരു ബാൻഡ് കണ്ടില്ലേ, ആ ഒരു സെയിം പാറ്റേണിലുള്ള ആ ഒരു ബാൻഡ് തന്നെ ഇവിടെ ബ്ലൈൻഡ് മാനും ധരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ അങ്ങനെയാണ് ഇത് ബാലു വർഗീസിന്റെ ക്യാരക്ടർ ആണെന്ന കാര്യത്തിലേക്ക് ഞാൻ എത്തിയത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇത് ലാലേട്ടന്റെ ക്യാരക്ടർ ആയിക്കൂടെ അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ക്യാരക്ടർ ആയിക്കൂടെ എന്ന്. പക്ഷേ ഈ സിനിമയിൽ ലാലേട്ടന്റെ ക്യാരക്ടർ ഓവറോൾ ധരിച്ചിരിക്കുന്നത് ആപ്പിൾ വാച്ച് ആണ്. അതുപോലെ തന്നെ ദിലീപേട്ടന്റെ ക്യാരക്ടർ ആണെങ്കിൽ G-Shock ടൈപ്പ് വാച്ചാണ് ധരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബ്ലൈൻഡ് മാന്റെ സീൻ എന്ന് പറയുന്നത് ഒരു എസ്കേപ്പ് സീൻ ആയിരിക്കാം. ഇത് ഒരു ജയിലാണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ദിലീപിന്റെ ക്യാരക്ടറിനെ പോലീസുകാർ പിടിച്ച സമയത്ത് പുള്ളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്ന ഒരു എസ്കേപ്പ് സീൻ ആയിരിക്കാം ഇത്. സോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ള കാര്യം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി അടുത്തത് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ സിനിമയിൽ ദിലീപേട്ടന്റെ ക്യാരക്ടർ തുടക്കത്തിൽ പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്ത് പാർട്ടിക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മുടെ ടു കൺട്രി സിനിമയിലെ ദിലീപിന്റെ ക്യാരക്ടർ എങ്ങനെയാണോ ആ ഒരു ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് പുള്ളിക്കാരൻ പാർട്ടിക്കാരെ സഹായിക്കുന്നുണ്ട്, അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മേ ബി അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം ഇവിടെയും വന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ദിലീപിന്റെ ക്യാരക്ടർ പാർട്ടിക്കാരെ കൂടെ നിൽക്കുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പാർട്ടിക്കാരെ കൊണ്ട് തന്നെ ദിലീപിന്റെ ക്യാരക്ടറിന് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഒരു റിവെഞ്ചിന്റെ ഭാഗമായിട്ടായിരിക്കണം ദിലീപിന്റെ ക്യാരക്ടർ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ ഗില്ലിയിലെ ആ ഒരു ജിപ്സിക്ക് നല്ല പ്രാധാന്യമുണ്ട് കേട്ടോ. ഒരു മെയിൻ ക്യാരക്ടർ പോലെ തന്നെയാണ് ആ ഒരു ജിപ്സിക്കുള്ള പ്രാധാന്യം. ഇത് ഞാൻ പറഞ്ഞതല്ല, സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞതാണ്. സോ ഈ ജിപ്സിയുമായിട്ടുള്ള ഒരുപാട് സീനുകൾ ഈ മൂവിക്കകത്ത് ഉണ്ടായിരിക്കാം. ദിലീപ് എന്ന ക്യാരക്ടറിന് ആ ഒരു ജിപ്സിയുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ തളപതി ഫാനായിട്ടുള്ള ലാലേട്ടനും ദിലീപേട്ടനും ആ ഒരു ജിപ്സി സ്വന്തമാക്കിയിട്ട് അത് പണിത് മോഡിഫൈ ചെയ്ത് കൊണ്ടെടുക്കുന്നതായിരിക്കാം. സോ ഗൈസ്, എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ടീസർ കണ്ടിട്ടും ട്രെയിലർ കണ്ടിട്ടും മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ ഒരു ഫൈൻഡിങ്സ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം കേട്ടിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് വളരെ മോശമായിട്ട് വന്ന് കമന്റ് ഇടും. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്തായാലും ഡിസംബർ 18 കണ്ടു തന്നെ അറിയാം എന്താണ് നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇന്ന് അവർ പബ്ലിഷ് ചെയ്ത ആ ഒരു പോസ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു പുതിയ യൂണിവേഴ്സ് ആണ്, പുതിയ യൂണിവേഴ്സിന്റെ തുടക്കമാണെന്നുള്ള കാര്യത്തിലാണ് അവർ കൊടുത്തേക്കുന്നത്. സോ ഒരു ഫസ്റ്റ് പാർട്ട് നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടായിരിക്കുമെന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓവറായിട്ടുള്ള ഹൈപ്പ് കാര്യങ്ങളൊന്നും വെക്കാതെ ലോജിക്ക് കാര്യങ്ങളൊന്നും നോക്കാതെ ഒരു അടിച്ചുപൊളി പടം എന്ന രീതിയിൽ നിങ്ങൾ പോയിട്ട് സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തരാൻ വേണ്ടി പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.